ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെയിലി മോർണിംഗ് റൊട്ടീനുമായിട്ടാണ്. അതായത് മോർണിംഗ് ക്ലീനിങ് റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് രാവിലെ നമുക്കൊരു 30 മിനിറ്റ്സ് കൊണ്ട് വീട് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 30 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മറ്റു ജോലികൾക്കായിട്ട് പോവാതിരിക്കുക, ക്ലീനിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ലേഡീസിന്റെ മാത്രം ജോലിയല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വീട്ടിലെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് അമ്മയാണ് അല്ലെങ്കിൽ വീട്ടിലുള്ള ലേഡീസ് ആണെന്ന്. അങ്ങനെയല്ല, വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് എല്ലാവരും, കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവരും ഒന്ന് ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവരും കഴിച്ച പാത്രങ്ങൾ അവരവർ തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർക്കായാലും കുട്ടികൾക്കായാലും വീട്ടിൽ സഹായിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തേങ്ങ ചിരവി കൊടുക്കുക. അങ്ങനെ അവരവരാൽ കഴിയുന്ന ജോലികൾ ഒന്ന് വീട്ടിലെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുണി വാഷ് ചെയ്യാനിട്ട് തുണികളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് അഴകളിൽ കൊണ്ടുപോയി വിരിക്കുക. പിന്നെ ഫസ്റ്റ് എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കിച്ചണിൽ നിന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് അതുപോലെ കിച്ചണൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടുക. പിന്നീട് കിച്ചൺ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ചെയ്യേണ്ടത് സിറ്റ് ഔട്ടാണ്. നമുക്കറിയാം, ഫസ്റ്റ് ആൾക്കാർ കയറി വരുന്ന ഏരിയ സിറ്റ് ഔട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ ചായ കുടിക്കുന്നതും പത്രം വായിക്കുന്നതും അതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കുന്നതും ഒക്കെ സിറ്റ് ഔട്ടിൽ വെച്ചായിരിക്കും. അപ്പൊ തന്നെ കുട്ടികൾ സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഒക്കെ അവിടെ വന്ന് വീണ് കിടന്നാൽ ഉറുമ്പോ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിന് കാരണമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് ആദ്യം ക്ലീൻ ചെയ്യുക, സിറ്റ് ഔട്ട് ആദ്യം അടിച്ചു വാരുക. അപ്പൊ അടിച്ചു വാരുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ഒന്ന് ഒതുക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ തലേ ദിവസത്തെ പത്രം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഉറുമ്പുകൾ, ചെതലുകളൊക്കെ മഴക്കാലമായതുകൊണ്ട് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ചെതലൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ വേഗം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നോ ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം ഈ ചെതലും ഉറുമ്പൊക്കെ പോകും. ഇനി എന്താണോ നിങ്ങളുടെ വീട്ടിൽ അതിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് ആദ്യമേ തന്നെ നശിപ്പിക്കുക. കാരണം ചെതലൊക്കെ കൂടുതലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ആ ഭാഗം നശിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും ക്ലീനിങ് ചെയ്യേണ്ടത് ആദ്യത്തെ 10 മിനിറ്റ്സ് ഒതുക്കാനായിട്ട് ഉപയോഗിക്കുക, വീടൊന്ന് അടുക്കി പെറുക്കി വെക്കാനായിട്ട്. അപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ തലേ ദിവസത്തെ പത്രമൊക്കെ ഉണ്ടാവും, പത്രമൊക്കെ എടുത്ത് ആദ്യമേ തന്നെ മാറ്റി വെക്കുക. നമ്മളെപ്പോഴും ക്ലീനിങ്ങിന് ഒരു ഓർഡർ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഓർഡറാണ്. എൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ രാവിലെ കിച്ചണാണ് ആദ്യം ക്ലീൻ ചെയ്യുക. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിന് ശേഷം ലിവിംഗ് റൂം, അത് കഴിഞ്ഞ് ഡൈനിങ് റൂം, പിന്നെ ബെഡ്റൂംസ്, അതിനുശേഷം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കിച്ചൺ വളരെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കണ്ട, കാരണം ഇനി ലഞ്ചിനുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലീൻ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളോടായാലും പേന, കത്രിക ഇവയൊക്കെ എന്തായാലും എടുത്താൽ എടുത്തെടുത്ത് തന്നെ വെക്കാനായിട്ട് ശീലിപ്പിക്കുക. എപ്പോഴും എടുത്ത സാധനങ്ങൾ തിരികെ അപ്പം തന്നെ വെച്ച് പോയാൽ നമുക്ക് ക്ലീനിങ് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല. ഇപ്പോൾ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും അവർ കിടക്കുന്ന പുതപ്പ്, ബെഡ്ഷീറ്റ് അതൊക്കെ ബെഡ്ഷീറ്റ് കൃത്യമായിട്ട് വിരിപ്പിക്കുക. അവരെ കൊണ്ട് അവർ കിടക്കുന്ന പുതപ്പ് കൃത്യമായിട്ട് മടക്കി വെക്കുക. അതുപോലെ ടോയ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എടുത്തെടുത്ത് വെക്കുക. സ്റ്റഡി ഏരിയ അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതിലേ തന്നെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരത് അവരുടെ റൊട്ടീനായി മാറിക്കോളും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇത് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലുള്ള റൊട്ടീൻ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കും അത് പറ്റില്ല. അപ്പോൾ അതൊക്കെ അവരവരുടെ കംഫർട്ട് അനുസരിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇരുനില വീടൊക്കെയാണ് ഉള്ളതെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ നില ക്ലീൻ ചെയ്താൽ രണ്ടാമത്തെ ദിവസം അടുത്ത നില ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം മൊത്തം ഒതുക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരുക. അപ്പോൾ കുട്ടികളെ കൊണ്ട് അവരുടെ റൂം ക്ലീൻ ചെയ്യിക്കുക. പിന്നെ അതുപോലെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ റൂം കൂടുതൽ നമ്മൾ അടുക്കി പെറുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പോരുക. കാരണം അവരവരുടേതായ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവർ പണ്ട് തൊട്ടേ ശീലിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കൈകടത്താതിരിക്കുന്നതാണ് നല്ലത്. അത് അവരുടേതായ രീതിക്ക് തന്നെ അടുക്കി വെച്ചോട്ടെ. അതുപോലെ ബെഡ്ഷീറ്റൊക്കെ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും വാഷ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ്സ് നമ്മൾ പിന്നെ അടുക്കി പെറുക്കി വെച്ചു. അടുത്ത 10 മിനിറ്റ്സ് റൂം മൊത്തം ഒന്ന് അടിച്ചു വാരിയെടുത്തു. പിന്നെ മൂന്നാമത്തെ കാര്യം പൊടിയുള്ളിടം തുടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലാസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ പൊടി പിടിച്ച സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിനാഗിരിയും വെള്ളവും ചേർത്തൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് വിനാഗിരിയാണ് ചേർക്കുക. അപ്പോൾ ഈ ലിക്വിഡിലേക്ക് കുറച്ച് 1-2 ഡ്രോപ്സ് പുൽത്തൈലം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമുക്കിത് സ്പ്രേ ചെയ്യാൻ എളുപ്പമായിരിക്കും പൊടിയുള്ള സ്ഥലങ്ങളിലൊക്കെ. സാധാരണ ഡെയിലി വൈപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ, അതുപോലെ ടീപ്പോ, TV സ്റ്റാൻഡ്, ഇതൊക്കെ വേഗം പൊടി പിടിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അവിടേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതിരിക്കും. പിന്നെ പുൽത്തൈലം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും. പിന്നെ മറ്റൊരു വൈപ്പ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് ഏരിയ ആണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ കുട്ടികൾ പൗഡറോ ക്രീംസോ ഒക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അത് ഓരോരുത്തരുടെയും വീട്ടിൽ എവിടേക്കാണോ പൊടി കൂടുതൽ പിടിക്കുന്നതെന്ന് വെച്ചിട്ട് അതനുസരിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ക്ലീനിങ്ങിന്റെ കാര്യം പറയാനായിട്ടുള്ളത് ടോയ്ലറ്റിന്റെ കാര്യമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലെ എല്ലാ അംഗങ്ങളും ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടാനായിട്ട് പറയുക. അപ്പോൾ നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. വെള്ളമൊന്നും കെട്ടിക്കിടക്കാതെ ജസ്റ്റ് വൈപ്പർ ഉപയോഗിച്ചൊന്ന് വൈപ്പ് ചെയ്തിട്ടാൽ ബാത്റൂം ഡ്രൈ ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഓരോ യൂസിന് ശേഷവും ജസ്റ്റ് ഒരു റൂം ഫ്രഷർ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലും നിലനിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡെയിലി മോർണിംഗ് റൊട്ടീനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ ടൈം കിട്ടുമ്പോഴൊക്കെ ചവിട്ടിയൊക്കെ വാഷ് ചെയ്തിടുക. 2 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്തിടുക. 2 ദിവസം കൂടുമ്പോഴെങ്കിലും വീടൊക്കെ ഫുള്ളായിട്ടൊന്ന് തുടച്ചിടുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡെയിലി മോർണിംഗ് ക്ലീനിങ് റൊട്ടീനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.